Okay, dear students, നമ്മൾ സുപ്രീമം പ്രോപ്പർട്ടിയുടെ ആപ്ലിക്കേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആർക്ക് മീഡിയം പ്രോപ്പർട്ടി പ്രൂവ് ചെയ്തു. ആർക്ക് മീഡിയം പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പ്രൂവ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് പ്രൂവ്ഡ് ദി എക്സിസ്റ്റൻസ് ഓഫ് എ റിയൽ നമ്പർ ഹൂ സ്ക്വയർ ഇസ് 2. സോ അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റി √2 എന്ന് പറയുന്ന നമ്പർ റാഷണൽ നമ്പർ അല്ല. ദാറ്റ് നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. റിയൽ നമ്പർ ഉണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. സോ √2 ഒരു ഇറാഷണൽ നമ്പർ ആണെന്ന് അത് വെച്ച് കിട്ടി. Now, വേറൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് റാഷണൽ നമ്പേഴ്സ് അതിന് കൂടാതെ ഇതിന് പ്രൂവ് ചെയ്യണ മുന്നേ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സിന്റെ ഒരു വേറൊരു പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു. ഇറ്റ് ഡസൻ ഹാവ് ദി കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി. അങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു. അതായത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ഇസ് നോട്ട് കംപ്ലീറ്റ്. ദ ഓർഡേർഡ് ഫീൽഡ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ഇസ് നോട്ട് കംപ്ലീറ്റ്. അത് നമ്മൾ പ്രൂവ് ചെയ്തു. നൗ റാഷണൽ നമ്പേഴ്സിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയാൻ പോണേ ഇന്ന്. That is density theorem. The set of all rational numbers Q is dense in R. എന്ന് പറഞ്ഞാൽ if you take any real number, any two real numbers x and y, if you take any two real numbers x and y, you can find out a rational number between them. You can find out a rational number R between x and y. Okay, if you take any two real numbers x and y, then there exists a rational number between x and y. That is the density theorem of set of rationals. സോ ക്ലിയർലി ഇങ്ങനെ ഒരു റാഷണൽ നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും എക്സും ആറും അല്ലെങ്കിൽ ആറും വൈയും കൺസിഡർ ചെയ്താൽ ദേ ആർ ഓൾസോ റിയൽ നമ്പേഴ്സ് സിൻസ് ദ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ഇസ് അഗെയിൻ കണ്ടെയ്ൻഡ് ഇൻ ആർ. So you can find out another rational number between x and r1. Now again you can find out rational numbers between x and r1. അങ്ങനെ you can find out infinitely many rational numbers between x and y. Okay, so ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസിറ്റി തിയറം പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ഫോളോസ് ദാറ്റ് ബിറ്റ്വീൻ എനി ടു റിയൽ നമ്പേഴ്സ് ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി റാഷണൽസ്. If there exists a rational number between any two real numbers, then immediately it follows that there exist infinitely many rational numbers between any two real numbers. അപ്പോൾ റിയൽ നമ്പേഴ്സിന്റെ ഏത് കുഞ്ഞ് സെഗ്മെന്റ് എടുത്താലും റിയൽ നമ്പേഴ്സ് ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് എടുത്താലും അതിൻ്റെ ഇടയ്ക്ക് ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ റാഷണൽസ് എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി thickly packed on the real line. That Q, the set Q is dense in R എന്ന് പറയുന്ന തിയറം ആണ് ഡെൻസിറ്റി തിയറം. ഓക്കെ, സോ ഇതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എക്സും വൈയും രണ്ട് റിയൽ നമ്പേഴ്സിനെ പറഞ്ഞിട്ടുള്ളൂ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. സോ രണ്ടും പോസിറ്റീവ് ആവാം, രണ്ടും നെഗറ്റീവ് ആവാം, ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആവാം. അങ്ങനെ മൂന്ന് ഡിഫറെന്റ് കേസസ് ഉണ്ട്. സോ ഫസ്റ്റ് വി കൺസിഡർ ദ കേസ് വെൻ ബോത്ത് ആർ പോസിറ്റീവ്. ആക്ച്വലി ഏറ്റവും എളുപ്പമുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആവുന്ന കേസാണ്. നമുക്ക് ആദ്യം വേണമെങ്കിൽ അത് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ എക്സും വൈ രണ്ട് പോസിറ്റീവ് ആവുന്ന കേസ് കൺസിഡർ ചെയ്യാം. സോറി, സോ കേസ് 1. സോ എന്താ തന്നിരിക്കണേ? given that x and y are real numbers, x and y are real numbers and x is less than y. So there are three cases. Case 1, therefore either 0 less than x less than y, random positive, or x less than 0 less than y, ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ്, or x less than y less than 0. There are three cases. So first we consider the case when both x and y are positive. Case 1, both are positive. X and y are both positive. That is, both x and y positive. Okay, in that case, since x and y are positive and x is less than y, clearly you can see that y minus x is positive. Then y minus x is positive.
Therefore, by corollary of Archimedean property, we can find out a natural number n such that 1 by n is less than y minus x ആവുന്ന ഒരു n ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ചൂസ് നാച്ചുറൽ നമ്പർ n അങ്ങനെ എഴുതാം. ചൂസ് എ നാച്ചുറൽ നമ്പർ n such that 1 by n is less than y minus x. Okay, so I am choose a natural number n such that 1 by n is less than y minus x. Or further കുറച്ചും കൂടെ എഴുതാന്ന് വെച്ചാൽ സീറോനേക്കാളും വലിയതായ y മൈനസ് എക്സിനും ഇടയ്ക്ക് ഒരു n 1 by n കണ്ടുപിടിക്കുന്നു. ഇങ്ങനെയാണെങ്കിലും മതി. എങ്ങനെയാണ് ഇത് ചൂസ് ചെയ്തത്? ദിസ് എക്സിസ്റ്റ് ബൈ corollary of Archimedean property. Such an n exists by corollary of Archimedean property. Exists by corollary of Archimedean property. Okay. അപ്പോൾ ഇങ്ങനെ ഒരു n ചൂസ് ചെയ്തു. ഞാനിതിനെ ഇക്വേഷൻ കണ്ടീഷൻ നമ്പർ 1 എന്ന് വിളിക്കുകയാണ്. സോ കണ്ടീഷൻ നമ്പർ 1 implies 1 by n is less than y minus x. So I can write, if you multiply that inequality throughout by the positive number n, the inequality will not change since n is a positive number. It's a natural number, so it's positive. So you can multiply by a positive number, the inequality will not change. So you will get 0 less than 1 less than n times y minus x. Okay, that means ny minus nx. Ny minus nx is greater than 1. Okay, that means 1 plus nx is less than ny. 1 plus nx is less than ny. Now, clearly we can, now nx and nx plus 1. Nx and nx plus 1. They are two real numbers, 1 unit distance from each other, nx plus 1. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാം ബൈ ഒരു കൊറോളറി ഉണ്ട് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിയുടെ ഒരു കൊറോളറി ഇതാണ്. If you take any real number x, you can find out a natural number m such that x is lying between m and m plus 1. Okay. Equivalently, if there exists a natural number such that x is lying between m and m plus 1, that is, I can say m is less than or equal to x and x is less than m plus 1. That means m is less than or equal to x and x minus 1 is less than m. രണ്ടും കൂടെ ഒരുമിച്ച് ഡബിൾ ഇനീക്വാളിറ്റി ആയിട്ട് എഴുതിയാൽ I can write m is greater than x minus 1 and less than or equal to x. So I can say from the Archimedean property itself, I can say as a corollary, I can write, for every real number x, there exists, we can find out a natural number m such that x minus 1 is less than m less than or equal to x. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഏതൊരു റിയൽ നമ്പറും
അതിൻ്റെ 1 യൂണിറ്റ് ഡിസ്റ്റൻസിലുള്ള വേറെ ഏതെങ്കിലും റിയൽ നമ്പറും, അതായത് എക്സും 1 മൈനസ് എക്സും ആവാം, എക്സും 1 പ്ലസ് എക്സും ആവാം. സോറി, 1 മൈനസ് എക്സ് അല്ല, എക്സ് മൈനസ് 1, sorry, x and x minus 1. If you take two real numbers at a distance 1 from each other, you can find out a natural number between them. ഇവിടെ ഒരു വ്യത്യാസം വന്നത് എക്സ് പോസിറ്റീവ് എന്നുണ്ടെങ്കിലേ നമുക്ക് പറ്റുള്ളൂ കേട്ടോ, സോറി. So you can write this is positive for every positive real number x. I can find out a natural number lying between x and x minus 1. So using this, since you have a number nx plus 1 here, nx plus 1 nx, they are both real numbers at a distance 1 from each other. So by corollary of Archimedean property, you can find out a natural number between these two. അപ്പോൾ എനിക്ക് എഴുതാം, now since by corollary of nx and nx plus 1 are both positive, then by corollary of Archimedean property, I can find out a natural number m. There exists a natural number m lying between nx and nx plus 1. എവിടെയെങ്കിലും ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റും. നമ്മളിവിടെ എഴുതിയത് റൈറ്റ് സൈഡിലാണ്. ഇറ്റ്സ് ഓക്കെ. Okay. So using this, അപ്പോൾ ഞാൻ ഇതിനെ കണ്ടീഷൻ നമ്പർ 2 എന്ന് വിളിക്കുകയാണെങ്കിൽ, therefore then 2 implies nx plus 1 is less than ny. So you can write nx less than m less than or equal to nx plus 1, which is less than ny by 2. So you get nx less than m less than ny. Since n is a positive real number, 1 by n exists and 1 by n is also positive. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്നു. Since n is a natural number, n is positive, so that 1 by n exists and that is also positive. So if you multiply an inequality by a positive number, positive real number, the inequality will not change. So multiplying this inequality throughout by the positive number 1 by n, I will get multiplying this inequality throughout by positive real number 1 by n, we get x less than m by n less than y. Thus we have m by n. This is a rational number since m and n are chosen from the set of natural numbers. Thus we have r is equal to m by n belongs to Q such that x is less than r less than y. So the theorem is satisfied in this case, case 1. ഇനി സെക്കൻഡ് കേസ് ആണ് നമ്മൾ എടുക്കുവാണെങ്കിൽ, സെക്കൻഡ് കേസ് എന്താണ്, ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ്. Then clearly
0 is a rational number between x and y. There is nothing to prove in that case. So I can write case 2. If x is less than 0 and less than y, x is less than y and 0 is in between x and y, then r is equal to 0 is a rational number. 0 is a rational number, and you can write it as an integer by integer, 0 by 0. It's actually integers are all rationals, and 0 less than, x less than, r less than y. So that case is also over. And the next case, if both are negative, x less than y and less than 0, that is both x and y are negative, in that case you can take minus x and minus y. Then minus x and minus y are both positive. Minus x and minus y are both positive, so that by case 1 of the same theorem, this theorem, there exists a rational number, say q, in between minus x and minus y. അപ്പോൾ മൈനസ് എക്സ് ആണോ മൈനസ് വൈ ആണോ ഏതാണ് ചെറുത് വലുത്? Here x is less than y, which means minus x is greater than minus y, or minus y ആണ് ചെറുത് അല്ലേ? അത് നമുക്ക് അല്ലെങ്കിൽ തന്നെ അറിയാം. എക്സ് ലെസ് ദാൻ വൈ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൈനസ് വൈ ആണ്, ഇവിടെ മൈനസ് എക്സ് ആണ്. എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ മൈനസ് വൈ ലെസ് ദാൻ മൈനസ് എക്സ് ആയിരിക്കും. So by the first part of this theorem, you can find out a number between, a rational number between this minus y and minus x. Say ഞാൻ അതിനെ q എന്ന് വിളിച്ചു. Okay. So there exists a rational number q such that q is lying between minus y and minus x. Minus y less than q less than minus x. Q is a positive rational number. Then if you take the negative of this q, r is equal to minus q. Q is rational, so minus q is also rational. And minus y less than q less than minus x implies y greater than minus q greater than x. That is x is less than minus q less than y. Minus q is taken as our r, so r is lying between x and y. So in all the three cases, we could find out a rational number lying between x and y. So this is the density theorem for rational numbers. Hope it is clear for you.